ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുധിയും ശ്രുതിയാണെങ്കിൽ കടയൊക്കെ തുറന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര ഗമയാവുകയാണ്. അവർക്കൊരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ രേവതിക്ക് ഒരു പനിയൊക്കെ അങ്ങ് പിടിക്കുകയാണ്. പനി പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ ആകെ മൊത്തം പ്രശ്നമാവുമല്ലേ. രേവതി പണിയൊന്നും എടുക്കുന്നില്ല എന്നുള്ള പരാതിയും അതിൻ്റെ പേരിൽ ചന്ദ്ര രേവതി ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചി ചന്ദ്രയുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ, രേവതി ഇനി ഇവിടെ ആർക്കും പാചകം ചെയ്യില്ല, അവനവന് വേണ്ടത് അവനവൻ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് മഹിമ വാങ്ങിയ AC തിരിച്ചു കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് കടയിൽ നടന്ന ഒരു കച്ചവടമാണ്, അത് തന്നെ റിട്ടേൺ വന്നിരിക്കുക. അത് അവർക്ക് ആകെപ്പാടെ മനപ്രയാസം ഉണ്ടാക്കുകയാണ്. കാരണം സച്ചിയാണ് വീട്ടിലേക്ക് അവർ കൊടുത്തുവിട്ട് ആ AC തിരിച്ചു കൊടുത്ത് വിടിക്കുന്നത്. അങ്ങനെ കൊടുത്ത് വിടിക്കുന്നത് കൊണ്ടാണ് അവരത് തിരിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ കഴുത്തിലെ താലിമാല വിറ്റിട്ടാണ് ആ പണം തിരിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാവുകയാണ്. എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്താണ്. നീ പറഞ്ഞത് കാരണമല്ലേ അവരത് കൊടുത്തത്, നിനക്കത് ഇവിടെ വന്നപ്പം എല്ലാവരോടും കൂടി ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് അച്ഛനോടെങ്കിലും ഇത് സംസാരിക്കായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അച്ഛൻ വിളിച്ച് മഹിമയൊക്കെ അറിയിക്കുകയോ അല്ലെങ്കിൽ പിന്നെ വർഷയെ കൊണ്ട് വിളിപ്പിച്ച് പറയുകയോ ചെയ്തേനെ. ഇതിപ്പോൾ സച്ചി പറഞ്ഞപ്പം അവർക്കങ്ങ് ദേഷ്യമായിപ്പോയി. സച്ചിയുടെ വർത്തമാനമല്ലേ, നല്ല ദേഷ്യത്തിലാണ് പറഞ്ഞതും. അതുകൊണ്ടാണ് ഈ മാനക്കേടൊക്കെ ഉണ്ടായതും സാധനം തിരിച്ചു കൊണ്ടു തന്നതും. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ലേ നഷ്ടമുള്ളൂ എന്ന് ശ്രുതി പറയാണ്. അപ്പോൾ രവിയും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സച്ചി ചെയ്തത് ശരിയായി പോയില്ല. അങ്ങനെ ഒരു AC നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ആ വിവരം എല്ലാവരെയും അറിയിച്ചിട്ട് അത് റിട്ടേൺ ചെയ്യണമായിരുന്നു. അല്ലാതെ സച്ചി ഒറ്റയ്ക്ക് ആ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് എല്ലാവരും പറയാണ്. അവസാനം രേവതിയും പറയുന്നുണ്ട്, അത് നേരെ സച്ചിയേട്ടാ, അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കരുത്. ഇതൊക്കെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പണിയാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് സച്ചിയേട്ടൻ കുറ്റക്കാരനായില്ലേ. അതുകൊണ്ട് ചേട്ടനും അനിയനും തമ്മിൽ ഇവിടെ വഴക്കുണ്ടാകുകയും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹ മണ്ഡപത്തിൽ വച്ച് തന്നെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല വർഷയും ശ്രീകാന്തിനെയും. ഇനിയിപ്പം ഇങ്ങനെ ഒരു വഴക്കുണ്ടാകുന്ന വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് പോകാമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് തലയിലെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സച്ചിയേട്ടൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാണ് രേവതി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടോ, നീ ഇത്രയൊക്കെ കടന്ന് ചിന്തിച്ചോ രേവതി എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറഞ്ഞു, അതൊക്കെ ചിന്തിക്കണം, ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ സച്ചിയേട്ടൻ നടക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും സച്ചിയേട്ടന് പറ്റരുത്. വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണം. നമ്മുടെ മാത്രം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാം, അല്ലാത്തതൊന്നും സ്വയം തീരുമാനം എടുക്കാൻ സച്ചിയേട്ടൻ നിൽക്കരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതിനൊക്കെ ശേഷം രേവതി ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലെ മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും രേവതിക്ക് ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ തളർന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ സച്ചി വന്നിട്ട് അവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട് രേവതിയോട്. എന്നിട്ട് ചോദിക്കുക, രേവതി നീ മാല കെട്ടുകയാണോ, ഇത്രയും രാത്രിയായില്ലേ, എന്താ നിൻ്റെ മുഖത്തൊരു വാട്ടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല സച്ചിയേട്ടാ, എനിക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണം, ദേഹത്തൊക്കെ നല്ല ചൂടുമുണ്ട്, ഒരു ചെറിയ പനിക്കോളുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാണ്. അപ്പോൾ സച്ചി പെട്ടെന്ന് ചാടി കഴിഞ്ഞേക്കുക, അയ്യോ പനിയോ, എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്, എന്നിട്ടാണോ ഈ രാത്രിയിലിരുന്ന് മാല കെട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, പിന്നെ മാല കെട്ടാതെ എന്ത് ചെയ്യും, നാളെ കൊടുക്കേണ്ട മാലകളല്ലേ, അതുകൊണ്ട് മാല കെട്ടുന്നതാ, അത്രയ്ക്കൊന്നും കുഴപ്പമില്ല സച്ചിയേട്ടാ, ചെറിയൊരു പനിയുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയുക. ചെറിയൊരു പനിയോ, ഇപ്പോഴത്തെ പനിയൊക്കെ ഒരുപാട് സൂക്ഷിക്കണം, അതുകൊണ്ട് ചെറിയ പനി വലിയ പനി എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പോവാം, നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചിയേട്ടാ, ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ പോകാനുള്ള അസുഖമൊന്നും എനിക്കില്ല, അത്രയ്ക്കൊന്നും പ്രശ്നം എനിക്കില്ലെന്ന് പറയാണ്. അപ്പോൾ സച്ചി തൊട്ട് നോക്കിയിട്ട് പറയണം, നല്ല ചൂടുണ്ടല്ലോ നിനക്ക്, എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്, ഡോക്ടറെ കാണാൻ പോകാം വാ എന്ന് പറയുമ്പോൾ രേവതി പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, വേണ്ട സച്ചിയേട്ടാ, പനിക്കുള്ള എന്തെങ്കിലും ഗുളിക വാങ്ങിച്ച് തന്നാൽ മതി, അത് കഴിക്കുമ്പോൾ ആ പനി അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയാം. പിന്നെ പനിക്കുള്ള ഗുളികയൊന്നും അങ്ങനെയൊന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ല, നമ്മൾ ഡോക്ടർമാർ പറയാതെ ഏതെങ്കിലുമൊക്കെ ഗുളിക വാങ്ങി കഴിക്കുന്നത് ശരിയല്ല രേവതി എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ പോയി 2 ഗുളിക വാങ്ങി തന്നാൽ മതി, അത് കഴിക്കുമ്പോൾ എൻ്റെ പനിയും ദേഹം വേദനയും എല്ലാം മാറുമെന്ന് പറയാണ്.
അപ്പം സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി, നിന്നെ മരുന്ന് ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം, തൽക്കാലം നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങനെ ഇരിക്കാതെ അവിടെ വന്ന് കിടക്ക് എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഇപ്പോൾ ശ്രുതിയും ഒക്കെ വരും, അവർ വരുമ്പം അവരുടെ റൂമിൽ കയറി ഞാൻ കിടക്കുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം സച്ചിയേട്ടാന്ന് പറയാം. പിന്നെ ഇത്രയും വയ്യാതെ തളർന്നിരിക്കുന്ന നീ ഇവിടെ ഇനി ഇങ്ങനെ ഇരിക്കാൻ പോവാണോ? അതൊന്നും നടക്കില്ല. അവർ വന്നാലെന്താ, നമുക്കും കൂടിയുള്ളത് ആ റൂം, നമുക്കല്ലേ ഈ ആഴ്ച, അതുകൊണ്ട് നീ ആ റൂമിൽ കയറി കുറച്ചു നേരം കിടന്നെന്ന് വെച്ചാൽ ഒന്നും പറ്റില്ല എന്ന് പറയേ സച്ചി. അപ്പോൾ രേവതി പിന്നെ പറയുന്നുണ്ട്, അത് വേണ്ട സച്ചിയേട്ടാ, എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല, പിന്നെ നിനക്ക് തീരെ വയ്യെന്നും ക്ഷീണമുണ്ടെന്നും എനിക്ക് കാണുമ്പോൾ അറിയാം, അങ്ങനെയുള്ള നീ ഇവിടെ ഇരുന്ന് സമയം കളയാതെ നീ ആ മുറി കയറി കിടക്ക് രേവതി എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോയി ആ കട്ടിൽ കിടത്തുക. എന്നിട്ട് പറയാം, നീ ഇവിടെ കിടക്ക്, ഞാൻ പോയി ഗുളിക വാങ്ങിയിട്ട് വരാമെന്ന് പറയാം. എന്നിട്ട് സച്ചിയാണെങ്കിൽ മരുന്ന് വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ രേവതി അവിടെ ആ കട്ടിലിൽ അങ്ങ് കിടന്ന ക്ഷീണം കൊണ്ട് അങ്ങ് മയങ്ങി പോവാണ്. ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയും ഒക്കെ വരുന്നത്. ജോലി കഴിഞ്ഞ് വരുമല്ലേ, വന്നു കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഭയങ്കര ക്ഷീണമല്ലേ ശ്രുതി എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതിയും പറയാം, പിന്നെ എനിക്ക് ക്ഷീണം കാരണം വയ്യ, ഞാൻ റൂമിലോട്ട് പോയി കിടക്കട്ടെ, ക്ഷീണം കാരണം നീ പോയി കുറച്ച് വെള്ളം കുടിക്കാൻ എടുത്തോണ്ട് വാന്ന് പറയാം. ശരി, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ശ്രുതി എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴാണ് ശ്രുതി ഡോറ് തുറക്കുന്നത്. ശ്രുതി ഡോറ് തുറക്കുമ്പോൾ മുറിയിൽ രേവതി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴേക്കും ഉടനെ ശ്രുതി വിളിക്കുക, ശ്രുതി ഇങ്ങോട്ട് വന്നേ, നീ എന്താ അവിടെ, അതെ നീ നോക്കിക്കേ ഇവിടെ ആരാ കിടക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി ചോദിക്കുക, ആരാ കിടക്കുന്നത് നമ്മുടെ റൂമിൽ? ദേ ആ രേവതി, അവൾ കയറി കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി വരിക, രേവതി എന്താ ഇപ്പം റൂമിൽ കയറി കിടക്കുന്നത്? നമ്മുടെ റൂമല്ലേ, നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, രേവതി ഇപ്പം എന്താ കിടക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി അപ്പുറത്തെ റൂമിൽ പോയി അമ്മയെന്ന് വിളിക്കുക. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ജോലി കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും വന്നപാടെ എന്തിനാ എന്നെ വിളിക്കുന്നേ എന്ന് ചോദിക്കുക. അമ്മ ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ, മുറിക്കാരെ ഇങ്ങനെ ഇരുന്നാ എങ്ങനെ അറിയാനാ? അപ്പം ചന്ദ്ര ചോദിക്കുക, എന്താ ഇവിടെ നടക്കുന്നേ? അതെ ആ രേവതി ഞങ്ങളുടെ മുറി കയറുന്ന ഉറങ്ങുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക. രേവതിയോ? അവൾ അവിടെ ഇരുന്ന് മാല കിട്ടുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ കുറച്ച് മുമ്പും കൂടി കണ്ടതാണല്ലോ അവൾ അവിടെ നിന്ന് മാല കിട്ടുന്നത്. ഇപ്പം എന്താ അവൾ നിങ്ങളുടെ റൂമിൽ കയറി കിടന്ന് ഉറങ്ങിയോ? അത് കൊള്ളാമല്ലോ, നിങ്ങൾ വരാറായപ്പം റൂം കയ്യേറാൻ വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം കയറി കിടന്നതായിരിക്കും, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇളകി തുള്ളി വരിക. വന്നു നോക്കുമ്പം രേവതി പാവം കിടന്ന് മയങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര അങ്ങ് ചാടി കയറി ചെല്ലുക. എടി രേവതി, നീ എന്തായി കിടക്കുന്നേ, നീ എന്തിനാ ഇപ്പം ഇവിടെ വന്ന് കിടക്കുന്നേ, നീ അവിടെ നിന്ന് മാല കെട്ടുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാടി എണീക്കുകയാണ് രേവതി. അന്നേരം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്ന് നേരത്തെ കയറി കിടന്നത്? ഇവർ വരുന്നതിന് മുമ്പ് ഇവരുടെ മുറി കയറി കിടന്നതായിരിക്കും, അവർ ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വന്നാൽ അവർക്ക് റൂമിലൊന്ന് കയറുവോ കിടക്കുവോ ഫ്രഷ് ആവുമോ ഒന്നും വേണ്ടേ, നിനക്ക് കിടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ റൂമിൽ കയറി ഒന്ന് കിടന്നത്. നിനക്കെന്ത് പറ്റി, നിനക്കെന്ത് വയ്യായിക? അത് എനിക്കൊരു പനി പോലെയൊക്കെ ഉണ്ട്, ദേഹത്തൊക്കെ നല്ല ചൂടുണ്ട്, അതുപോലെ നല്ല ക്ഷീണവും തലവേദനയും എല്ലാം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നതാ, അറിയാതെ ഞാനൊന്ന് മയങ്ങിപ്പോയതാ എന്ന് പറയാം. അറിയാതെ മയങ്ങിപ്പോയി, സുഖമായിട്ട് നീ AC കിടന്നേ റെസ്റ്റ് എടുക്കുള്ളൂ അല്ലേ, നിനക്ക് പനിയുണ്ടെങ്കിലും നിനക്ക് ആ വെളിയിലെങ്ങാനും കിടന്നാൽ പോരെ, ഇല്ല അവിടെ എങ്ങാനും ഇരുന്നാൽ പോരെ, ഇങ്ങനെ ഈ മുറി കയറി AC ഒക്കെ ഇട്ട് വാതിലടച്ച് കിടന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോടി? ഓ രാജകുമാരിയാണല്ലോ അല്ലേ? അങ്ങനെയൊന്നും പറയില്ലമ്മേ, ഞാൻ ഈ മുറി കയറി കിടന്നത് എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാ. ഓ തീരെ വയ്യാത്തപ്പോഴും നീ ഈ മുറിയിലേക്ക് കിടക്കുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ സച്ചി ഇതെല്ലാം കേട്ടോണ്ട് വരികയാണ് കേട്ടോ. സച്ചി മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാ. വെളിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ അട്ടഹാസം വെളിയിൽ നിന്നുകൊണ്ട് സച്ചി കേൾക്കുന്നത്. സച്ചി അവിടെ ശ്രദ്ധിച്ച് തന്നെ അങ്ങ് നിൽക്കുക. അപ്പോൾ ചന്ദ്ര വീണ്ടും രേവതിയോട് പറയുന്നുണ്ട്, എടി പെരുങ്കള്ളി, നിനക്കൊന്നും ചെയ്യാൻ പാടില്ലാണ്ട് നിങ്ങളിവിടെ വന്ന് കിടക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ എന്നെ ഇങ്ങനെ കുറ്റം പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് ഈ മുറിയിലൊന്ന് വന്ന് കിടന്ന് മയങ്ങിപ്പോയി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുക, സോറി എന്ന് പറയാണ്. നിൻ്റെ ഒരു സോറി? ഇനി അവളിവിടെ നിൽക്കുക, എന്നെ കാണാനാണ് ഈ നിൽക്കുന്നത്, നീയൊക്കെ ആ വെളിയിൽ എവിടെയെങ്കിലും കിടക്കേണ്ടവളല്ലേ, ഇങ്ങോട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുകയാണ് ചന്ദ്ര കേട്ടോ. നമ്മുടെ രേവതിയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തിറക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മുമ്പിലോട്ടാണ് വന്ന് നിൽക്കുന്നത്. ചന്ദ്ര അങ്ങ് കണ്ണ് കള്ളി പോവുക, സച്ചി ഇതെല്ലാം കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എന്തിനാ ഇവളെ വലിച്ചുകൊണ്ട് വന്നത്? അല്ല എന്തോ നിങ്ങൾ പറയാൻ പോയല്ലോ, എന്താന്ന് വെച്ചാൽ പറ, കേൾക്കട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും ചന്ദ്ര പറയാം, ഒന്നുമില്ല, നിന്റെ ഭാര്യയെ ഈ കൊട്ടാരത്തിലേക്ക് കിടക്കോളെന്ന്, അവൾക്ക് പനിയാണെന്ന്, ഇത്രയും നേരം അവൾ മാല കെട്ടിയപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, പനിയാണെന്നും പറഞ്ഞ് ആ മുറി വന്ന് കിടന്ന് ഉറങ്ങാണ്, ശ്രുതിയും വന്നപ്പം അവർ കയറാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ലേ അവൾ എന്ന് ചോദിക്കുക. അപ്പം സച്ചി പറയാ, അവൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് നല്ല പനിയുണ്ട്, ദേഹത്തിന് നല്ല ചൂടുമുണ്ട്,
അതുകൊണ്ട് മുറി കയറി കിടന്ന് റെസ്റ്റ് എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടാണ് അവൾ കയറി കിടന്നത്. അതിനൊക്കെ ഇപ്പം നിങ്ങളോട് ചോദിക്കണോ? ഞങ്ങൾ കൂടി അവകാശപ്പെട്ട റൂമല്ലേ എന്ന് പറയുമ്പം ചന്ദ്ര പറയാം, പിന്നെ ഇവളെന്ന് പറഞ്ഞാൽ എ സിക്കകത്ത് കിടന്നല്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അവൾക്ക് ഇപ്പോൾ ഒരു മേലായിക. കൊച്ചു വെളുപ്പാങ്കാലത്ത് എണീറ്റ് മാല വാങ്ങാൻ പോകുമ്പോഴും മാല കൊടുക്കാൻ പോകുമ്പോഴും ഒന്നും ഇവൾക്കൊരു ക്ഷീണവും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പം നല്ല പള പള ചുളു ചുളാന്നല്ലേ പോകുന്നത്. അതിനും അവൾക്കൊരു പ്രശ്നവും ഇല്ല. ഇപ്പം അവൾക്ക് ക്ഷീണം, ജോലിയൊന്നും എടുക്കാൻ പറ്റാതെ കട്ടിൽ കയറി കിടക്കണം. അതിന് വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട്, ദേ നിങ്ങൾ വേണ്ടാതെ മിണ്ടാത്ത വർത്താനൊന്നും പറയരുത്. രേവതി അവിടെ ഒന്ന് കിടന്നെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളുടെ ചേണും കൂടിയാ, ഞങ്ങൾക്കും കൂടെ കിടക്കാനുള്ള റൂമാ അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം രവി അങ്ങോട്ട് വരുന്നുണ്ട് ജോലി കഴിഞ്ഞ്. അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും വരികയാണ് കേട്ടോ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, സച്ചി പറയുന്നുണ്ട്, അച്ഛാ രേവതിക്ക് തീരെ വയ്യ, അവൾക്ക് പനിയാ, അതുകൊണ്ട് അവൾ ആ റൂമിലൊന്ന് കയറി കിടന്നു. അതിനാണ് അമ്മ ഈ അട്ടഹാസം മുഴുവൻ നടത്തുന്നത്. ഇത്രയധികം അവളെ ചീത്ത പറയുന്നത്. അവർക്കൊക്കെ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. രേവതിക്കൊരു അസുഖം വന്നാൽ കിടക്കണ്ടേ? ഇവക്കൊരു അസുഖം വന്നാൽ കിടക്കണ്ടേന്ന്. അവള് വേറെ എവിടെയെങ്കിലും കിടന്നോണം, ഈ റൂമേ ഉള്ളോ അവക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചിയേട്ടാ ഒന്നും പറയണ്ട, വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ രേവതി പറയാം. സച്ചി പക്ഷെ വിട്ടൊന്നും കൊടുക്കുന്നില്ല. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇവിടെ പ്രശ്നം, എല്ലാവരും ഈ റൂമിൻ്റെ മുമ്പിൽ എന്താ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് ചന്ദ്ര, ഇവക്കേ പനിയാണെന്ന് ഈ രേവതിക്ക്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവക്കൊരു പനിയാണ്, അതുകൊണ്ട് അവൾ ക്ഷീണം കൊണ്ട് ആ റൂമിലൊന്ന് കിടന്നു, അതിനാ അമ്മ ഈ ബഹളം മുഴുവൻ വെക്കുന്നത് എന്ന് പറയാം. അപ്പോൾ വർഷ വന്നിട്ട് പറയാം, അതെന്തിനാ? അയ്യോ രേവതി ചേച്ചിക്ക് നല്ല ചൂടുണ്ടല്ലോ, പനിയൊന്നും കുറവില്ലേ? അങ്ങനെയാണ് രേവതി ചേച്ചി റെസ്റ്റ് എടുക്കണമല്ലോ, അതിന് ഇത്രയും ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് ചന്ദ്ര, റൂം ഓരോരുത്തർക്കും ഉള്ളതല്ലേ, അപ്പം നമ്മുടെ ടേൺ വന്നു കഴിയുമ്പം നമ്മൾ മാറിക്കൊടുക്കണം, നിങ്ങളുടെ ടേൺ വന്നു കഴിയുമ്പം വർഷേ നിങ്ങൾ മാറിക്കൊടുക്കണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞങ്ങളുടെ ടേൺ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ മാറിക്കൊടുക്കും, അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ചോദിക്കും, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു, അതെന്താ വർഷമോളെ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അല്ലാതെ ഈ ഹോളിലൊന്നും കിടക്കാൻ എനിക്ക് വയ്യ, ഒരാഴ്ചത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പോയി നിന്നോളാം, കാരണം എനിക്ക് AC ഒന്നും ഇല്ലാതെ പറ്റില്ല എന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാം, വർഷം നീ എന്താ പറയുന്നത്? ഇത്രയും നാൾ നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അത് നമ്മുടെ ടേണാവുമ്പോൾ പറയാമല്ലോ എന്ന് വിചാരിച്ചതാ. ഒരാഴ്ച എൻ്റെ വീട്ടിൽ പോയി നിന്നാലും എന്താ കുഴപ്പം? വാ നമുക്ക് ഇപ്പം തന്നെ പോകാം, ഒരാഴ്ച അവിടെ നിന്നിട്ട് വരാം, സച്ചിയും രേവതി ചേച്ചിയും ആ റൂമിൽ താമസിച്ചോട്ടെ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, അയ്യോ മോളെ വർഷം നീ പോകരുത്, നീ എങ്ങോട്ടും പോകരുതെന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇതൊരു വല്ലാത്ത പ്രശ്നമായല്ലോ. അപ്പം സുധിയും പറയാം, ഞങ്ങളുടെ ടേൺ ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഹോളിൽ കിടക്കാൻ പറ്റില്ല, ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് ഞാനും ശ്രുതിയും കൂടെ കിടന്നോളാം. അപ്പോൾ രവി പറയാം, ഇതൊരു വല്ലാത്ത പ്രശ്നം തന്നെ ആയല്ലോ ഇപ്പം റൂമിൻ്റെ കാര്യത്തിൽ, എല്ലാവർക്കും പ്രശ്നമായി. എന്നാൽ ഇപ്പം തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മോളെ രേവതി നിനക്ക് തീരെ വയ്യല്ലോ, അതുകൊണ്ട് നീ വെളിയിൽ കിടക്കണ്ട, നീ ചന്ദ്രയുടെ കൂടെ മുറിയിൽ കിടന്നോ ഇന്നൊരു ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഞെട്ടിപ്പോവുക. എൻ്റെ കൂടെയോ? ഇവളെൻ്റെ കൂടെ കിടക്കണ്ട, അതെന്താ അവൾ കിടന്നാൽ അപ്പം നിങ്ങൾ എവിടെ പോയി കിടക്കും എന്ന് രവിയോട് ചോദിക്കുക. ഞാനേ ആ റൂമിൽ സച്ചിയുമായിട്ട് കിടന്നോളാം, സച്ചിയും അതുപോലെ ശ്രുതിയായിട്ട്. അപ്പം ശ്രുതി എവിടെ കിടക്കും? അപ്പം ശ്രുതി പറയാം, ശ്രുതി ഇല്ലാതെ ഞാനെങ്ങനെ കിടക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഒരു ദിവസം നീ ശ്രുതി ഇല്ലാതെ കിടന്നേച്ചാൽ മതി എന്ന് പറയാം. ശ്രുതിയും ചന്ദ്രയും അതുപോലെ തന്നെ രേവതിയും കൂടെ ആ റൂമിൽ കിടക്കട്ടെ, നമുക്ക് 3 പേർക്കും കൂടി ഈ റൂമിൽ കിടക്കാം എന്ന് പറയാണ് രവി. അങ്ങനെ എല്ലാവരും സമ്മതിക്കുക. ചന്ദ്രയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എന്നിട്ടും ചന്ദ്ര അതങ്ങ് സമ്മതിച്ചു. അങ്ങനെ കിടക്കാനായിട്ട് ബെഡൊക്കെ വിരിച്ച് ചന്ദ്ര നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പായും തലേണയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പായും തലേണയൊക്കെ ആയിട്ട് രേവതി വരുമ്പം തന്നെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയോ, എൻ്റെ ഒരു വിധി നോക്കണേ, എന്തായാലും ഈ തറകളുടെയൊക്കെ കൂടെ കിടക്കേണ്ടി വന്നല്ലോ എന്ന് പറയാം. അത് രേവതിക്ക് നല്ല വിഷമം ഉണ്ടാക്കുകയാണ് കേട്ടോ. രേവതി അങ്ങനെ തറയെ വിരിക്കുക, എന്നിട്ട് കിടക്കുക, എന്നിട്ട് പറയാണ്, അമ്മ കിടന്നോ കട്ടില്ല, ഞാൻ ഈ തറയിൽ കിടന്നോളാം, എനിക്ക് തറയിൽ കിടന്ന് നല്ല ശീലമുണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി മോൾ എവിടെ? ശ്രുതി ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ വരും എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രേവതി തറയിൽ പാവിരിച്ച് കിടക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ വെയിറ്റ് ചെയ്തിരിക്കുക. അതേസമയം അവിടുത്തെ മുറിയിൽ ശ്രുതിയും അതുപോലെ തന്നെ രവിയും കിടക്കുകയാണ്. രവി കട്ടിൽ കിടക്കുകയാണ്, ശ്രുതിയും വന്ന് കിടക്കുക. അപ്പം പായും തലേണയായിട്ട് വന്ന് നമ്മുടെ സച്ചി നിലത്ത് പാവിരിച്ച് കിടക്കുകയാണ്. അപ്പം രവി പറയുന്നുണ്ട്, എടാ മോനെ നീയും കൂടി കട്ടിൽ കിടക്ക്, നമുക്ക് 3 പേർക്കും കൂടെ കിടക്കാമെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയാം, അയ്യോ വേണ്ടച്ചാ, 3 പേര് കിടന്നാൽ ഇതിൽ ഇട കിട്ടില്ല, അവൻ തറയിൽ കിടന്നോട്ടെ എന്ന് പറയാണ്.
അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ തറയിൽ കിടന്നോളാം അച്ഛാ, അച്ഛൻ നന്നായിട്ട് അവിടെ കിടന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ പോകുമ്പം നമ്മുടെ സുധി അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും സച്ചി പറയാണ്, എനിക്കാണെങ്കിൽ ഒരു കഥ പറയാൻ തോന്നുന്നുണ്ട് അച്ഛാ. പണ്ട് ഓർക്കുന്നുണ്ടോ ഞങ്ങൾ കിടന്നപ്പം അച്ഛൻ കഥ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ? അപ്പോൾ രവി പറയുന്നുണ്ട്, എനിക്കതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാം, അച്ഛൻ ഓർമ്മയില്ലെങ്കിൽ ഞാൻ ആ കഥയൊക്കെ പറയാമെന്ന് പറയാണ് കേട്ടോ. അതേസമയം സുധി ചോദിക്കുന്നുണ്ട് രവിയോട്, അച്ഛൻ കൂർക്കം വലിക്കുമോ? അപ്പോൾ പറയുന്നുണ്ട്, അതെ, ഞാൻ കൂർക്കം വലിക്കുമെന്ന് അറിയില്ല. അച്ഛൻ പണ്ടൊക്കെ കിടന്ന് കൂർക്കം വലിക്കായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ കിടക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു. ഇപ്പം കിടന്ന് കൂർക്കം വലിക്കല്ലേ എന്ന് പറയാണ് നമ്മുടെ സുധി. അതേസമയം സച്ചിയാണെങ്കിൽ ആരെ ഉറക്കാതെ പഴം കഥകളും പഴം പുരാണങ്ങളും ഒക്കെ പറയുക. എല്ലാത്തിലും നമ്മുടെ സുധിയെ കുത്തുവാക്കൊക്കെ വെച്ച് ഇങ്ങനെ പറയുക. സുധിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നാളെ കട തുറക്കേണ്ടതാ, എനിക്കൊന്ന് ഉറങ്ങണ സമാധാനമായിട്ടെന്ന് പറയാം. സച്ചി വിട്ടുകൊടുക്കല. സച്ചിയാണെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുക, രവിയാണെങ്കിൽ കൂർക്കവും വലിക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ വന്ന് ചന്ദ്രയുടെ കൂടെ കിടന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചന്ദ്ര അങ്ങ് കൂർക്കം വലിക്കാൻ തുടങ്ങുകയാണ്. കൂർക്കം വലിക്കാൻ തുടങ്ങിക്കഴിയുമ്പം കൂർക്കം കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ഉറക്കം വരുന്നില്ല. ശ്രുതി ചാടി എണീക്കുക. എന്നിട്ട് പറയുക, ഇതാരാണാവോ ഇപ്പം ഈ രാത്രിയിൽ മോട്ടർ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ചന്ദ്ര കൂർക്കം വലിക്കുന്ന സൗണ്ടാണ് കേട്ടോ. അയ്യോ അമ്മ, ഇതെന്തൊരു കൂർക്കം വലിയ എന്നൊക്കെ പറഞ്ഞ് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് മുഖം മൂടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്ര അതങ്ങ് തട്ടി തെറിപ്പിക്കുകയാണ്. ശ്രുതിയുടെ മുഖത്തേക്ക് ചന്ദ്രയുടെ കൈ വന്നടിക്കുക. അത് കഴിഞ്ഞ് പതുക്കെ ശ്രുതിയാണെങ്കിൽ തലേണ എടുത്തിട്ട് മുഖത്തോട്ടൊക്കെ വെക്കാൻ പോകുന്നുണ്ട്. എന്നിട്ടൊന്നും കൂർക്കം വലി നിൽക്കുന്നില്ല കേട്ടോ. അതേസമയം രേവതിയാണെങ്കിൽ തറയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ ഈ കൂർക്കം വലിയൊക്കെ കേട്ടിട്ട് ഇത്രയും തറയിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് ഇവിടെ ഉറങ്ങുന്നുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല, ഇവിടെ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്നും പറഞ്ഞ് പായും തലേണയൊക്കെ എടുത്ത് വെളിയിൽ ഹോളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഹോളിലേക്ക് ചെല്ലുമ്പം അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി ചോദിക്കുക, ആഹാ ശ്രുതി, നീ ഇവിടെ വന്നിരിക്കുകയാണോ? അതെന്താ നീ റൂമിൽ കിടന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ, അവിടെ അച്ഛൻ്റെ കൂർക്കമ്പലിയും ആ സച്ചിയുടെ കഥ പറച്ചിലും എല്ലാം കൂടെ ആയിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുക. നീ എന്താ അവിടെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോന്നേ? ഓ, അവിടെ നിങ്ങളുടെ അമ്മയുടെ കൂർക്കമ്പലി സഹിക്കാനേ പറ്റുന്നില്ല, ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ഞാനേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ ഹോളിൽ കിടക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോയി ഹോളിൽ പായൊക്കെ വിരിച്ച് കിടക്കുകയാണ് കേട്ടോ. അതേസമയം നേരം വെളുത്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രേവതിയാണെങ്കിൽ ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുന്നത്. രേവതിക്ക് നല്ല പനിയല്ലേ, അതുകൊണ്ട് തന്നെ രേവതി ലേറ്റായിട്ട് എണീറ്റ് വരിക. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുക, എടി നീ ഇപ്പോഴാണോ എണീക്കുന്നത്? രാജകുമാരി എന്താ എണീക്കാൻ വൈകിപ്പോയത്? അപ്പോൾ ഉടനെ രേവതി പറയാം, അതമ്മേ, ഞാൻ ലേറ്റ് ആയിപ്പോയി, എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു, പനിയുള്ളത് കൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. ഓഹോ, നിൻ്റെ ഒരു കള്ളപ്പനി, അത് കാരണം നീ താമസിച്ചു പോയി. നിനക്ക് സമയം എത്രയായെന്നറിയാവോ? ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങളാരും ഉണ്ടാക്കിയില്ലേ ഒന്നും? പിന്നെ ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കുകയല്ലായിരുന്നോ? ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്നും കൊണ്ടുപോകണമെന്നും ഒക്കെ നിനക്കറിയില്ലേ? എന്നിട്ട് ഇപ്പോഴാണോട് എണീറ്റ് വരുന്നത് എന്നൊക്കെ രേവതിയോട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് വയ്യാത്തത് കൊണ്ടല്ലേ, ജോലിക്ക് പോകുന്നവർക്ക് ലീവെങ്കിലും കിട്ടും, ഞാനിവിടെ ലീവ് പോലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ എന്ന് ചോദിക്കുക. നിനക്കെന്താ ലീവ് വേണോ ഇന്ന് എന്നൊക്കെ പറയാണ്. എടി, അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയൊക്കെ ഒരുങ്ങി റെഡി ആയിട്ട് വരികയാണ്. എന്നിട്ട് പറയാം, അമ്മേ, ഞങ്ങളൊക്കെ ഓഫീസിൽ പോകാൻ പോവാണ്, ഭക്ഷണമൊക്കെ ആയോ കഴിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാണ്, പിന്നെ ഭക്ഷണം ഇവിടെ ഒരുത്തേക്ക് ഉവാവുകയാണെന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങായിരുന്നു, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അയ്യോ, അപ്പം ഞങ്ങളെങ്ങനെയാണ് വല്ലതും കഴിച്ചിട്ട് പോകണ്ടേ? ഇത്രയും ഞങ്ങൾ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ, കസ്റ്റമറോടൊക്കെ സംസാരിച്ച് തീരെ വയ്യാതായി, നല്ല എനർജി വേണം ആ കാര്യത്തിനൊക്കെ എന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരുമോ ഒരു തവിയൊക്കെ ആയിട്ട്. എന്താ ഇവിടെ രാവിലെ ഒരു ബഹളം കേൾക്കുന്നതെന്ന് ചോദിച്ച് വരിക. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ കയ്യിൽ ഒരു തവിയൊക്കെ എന്ന് ചോദിക്കുക. അതെ, രേവതിക്ക് ഇന്നലെ തീരെ വയ്യാതെയല്ലേ കിടന്നത്, അവൾക്ക് രാവിലെ ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അരി അടുപ്പത്തിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക, ഓഹോ, നിൻ്റെ ഭാര്യയ്ക്ക് വയ്യാതായപ്പം ചോറ് കൊടുക്കാൻ വേണ്ടി അരി രാവിലെ അടുപ്പത്തിട്ടു, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ആർക്കും അറിയണ്ടല്ലോ, നിൻ്റെ ഭാര്യ ഇപ്പോഴാടാ എണീറ്റ് വന്നത്, ഇവർക്കൊക്കെ ജോലിക്ക് പോകണ്ടെന്ന് അറിയില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്ക് സച്ചി പറയാണ്, അതെ, ശ്രുതിക്ക് ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ്റെ ഭാര്യയോട് പറയണം, അല്ലാതെ എൻ്റെ ഭാര്യ രേവതിയല്ല ഇതൊന്നും ചെയ്യേണ്ടത്.
അവൾക്ക് പനി ആയതുകൊണ്ടല്ലേ ഒരു ദിവസം അടുക്കളയിൽ കയറാതിരുന്നത്. അതിന് നിങ്ങളാരും ഇത്രയും ചാടേണ്ട കാര്യമൊന്നുമില്ല. രേവതിക്ക് വയ്യ, അതുകൊണ്ട് അവൾ ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കേണ്ടവരെ ഉണ്ടാക്കി കഴിച്ചോണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷയോട് പറയുന്നുണ്ട് രവി, മോളെ നീ എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയാം. അപ്പോൾ വർഷ പറയാം, അയ്യോ അച്ഛാ, എനിക്ക് പാചകം ചെയ്യാനേ അറിയില്ല, അതുകൊണ്ടല്ലേ ഞാനൊരു നല്ല കുക്കിനെ തന്നെ വിവാഹം കഴിച്ചതെന്ന് പറയേ ശ്രീകാന്തിനെ നോക്കി. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കോ, അതുകൊണ്ട് മാത്രമാണോ നീ എന്നെ കല്യാണം കഴിച്ചത്? ഏയ്, അതൊരു റീസൺ ആണ്. വാ ശ്രീകാന്തേ, നമുക്ക് ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. രേവതി ചേച്ചി നന്നായിട്ട് റെസ്റ്റ് എടുക്കണേ, പനിയാ, ഇന്ന് അടുക്കളയിലൊന്നും കയറണ്ട രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങ് പോവാണ്. അങ്ങനെ ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം പോകുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാം. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പം ഉടനെ തന്നെ സച്ചി പറയാം, ദേ എൻ്റെ ഭാര്യ ഇനി ഈ കാണുന്നവർക്കൊന്നും വെച്ച് വിളമ്പാനുള്ളതല്ല, എനിക്ക് വേണമെങ്കിൽ വെച്ച് വിളമ്പി തരും, പിന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ തരും, അല്ലാതെ ശ്രുതിക്കും വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ അവരുടെ ഭാര്യമാർ അവർ തന്നെ വെച്ചുണ്ടാക്കണം, അല്ലാതെ രേവതി ഇനി മേലെ ആർക്കും ഒന്നും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞേച്ച് സച്ചി അകത്തേക്ക് പോവുക. അപ്പോൾ ചന്ദ്ര അവിടെ നിന്നിട്ട് രവിയോട് പറയാം, അവർക്കൊക്കെ ഹോട്ടലിൽ നിന്ന് കിട്ടും, നമ്മൾ രണ്ടും എങ്ങനെ കഴിക്കുമെന്നും പറഞ്ഞാൽ, എൻ്റെ ഒരു തലവിധി, അല്ലാതെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്